മകനമായി ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹം അനുസരിക്കുന്നു. കാലം തികഞ്ഞ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നതിനാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. സകല ശക്തിയോട് സുവിശേഷം അറിയിക്കണമെന്നുള്ള ദൈവത്തിന്റെ കൽപ്പനയും സുവിശേഷം അറിയിക്കണമെന്നുള്ള നിർബന്ധവുമാണ് ഈ സന്ദേശവുമായി ഈ ദേശത്ത് വരുവാൻ കാരണമാക്കിയിരിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ പരസ്യമായ ശുശ്രൂഷകൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അതിനെ കളിയാക്കി നിന്ദിക്കുകയും കല്ലെറിച്ചത് ഒരാളായിരുന്നു ഞാനും. യേശുക്രിസ്തു ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്ന സംഘടനയിൽ പ്രവർത്തിക്കുകയും അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള പരസ്യമായ ശുശ്രൂഷകൾ ഏറ്റവും അധികമായി നിന്ദിച്ചിരുന്ന ഒരാളായിരുന്നു ഞാനും. എന്നാൽ എന്റെ ജീവിതത്തിൽ രോഗം കടന്നു വരികയും കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പരിശോധിച്ചപ്പോൾ അത് എയ്ഡ്സ് എന്ന മാരകമായ രോഗമാണ് എന്നും ഈ രോഗത്തിൽ ലോകത്ത് വരുന്നില്ല എന്നുള്ള ഡോക്ടേഴ്സിന്റെ വാക്കുകൾ ഒരുപാട് നേർച്ചകളും വഴിപാടുകളൊക്കെ ചെയ്തതിനു ശേഷം ഒന്നിനും പിടിവെക്കാൻ കഴിയാതെ വന്നപ്പോൾ ഞാൻ എതിർത്തിരുന്ന കളിയാക്കിയിരുന്ന ഈ യേശുക്രിസ്തു ദൈവമാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഒരു സൗഖ്യം പ്രാപിച്ചുകൊണ്ട് മടങ്ങിപ്പോകാൻ എന്ന് കണ്ടുവന്ന ഒരാളായിരുന്നു ഞാനും. എന്നാൽ 2015 18 വർഷത്തിന് ശേഷം എയ്ഡ്സ് എന്ന മാരകമായ രോഗത്തെ സൗഖ്യമാക്കി യേശുക്രിസ്തുവിനെ ഒരു രോഗസൗഖ്യദാനപരമായി യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് നിത്യജീവൻ നൽകുവാനുള്ള സത്യമായ സന്ദേശമാണ് ഞാൻ ഇന്നിവിടെ വിളിച്ചറിയിക്കുന്നത്. അറപ്പാനും മുടിപ്പാനും കള്ളം വരുമ്പോൾ ഞാൻ വന്നിരിക്കുന്നത് സമൃദ്ധിയായി ജീവൻ നൽകുവാണ് യേശു പറഞ്ഞ്. എവിടെയാണ് സമൃദ്ധിയായ ഒരു ജീവിതം? ഒരു മനുഷ്യന്റെ ആയുസ് ഏറിയാൽ 70 അല്ലെങ്കിൽ 80 വർഷക്കാലം നമുക്ക് തന്നിരിക്കുമ്പോൾ ഈ 80 വർഷക്കാലം കൊണ്ട് ജീവിച്ചു തീർക്കുന്ന നല്ല സമൃദ്ധിയായ ജീവിതം, ദൈവത്തോട് കൊടുത്ത നിത്യമായ രണ്ടാം ജീവിതവും ദൈവമില്ലാത്ത നിത്യമായ രണ്ടാം മരണം വർഷം കാത്തു നിൽക്കുന്നതിനാൽ ആ രണ്ടാം മരണത്തിൽ ഒരാൾ പോലും ചെന്നെത്തൽ എന്നുള്ള ദൈവികമായ ആഗ്രഹമാണ് ഇതുപോലെ പരസ്യമായ ശുശ്രൂഷകൾ നിങ്ങൾ പിന്നെയും പിന്നെയും കേൾക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത്. എന്താണ് സുവിശേഷം? സുവിശേഷം എന്നാൽ മതം മരുന്ന് പ്രചരണമെന്നും ബലമുണ്ടാക്കുന്ന മാർഗമെന്നും പറഞ്ഞുകൊണ്ട് ഇതിനെ കളിയാക്കുകയും നിന്ദിക്കുകയും ചെയ്യുമ്പോൾ സുവിശേഷം എന്നാൽ ഒരു വ്യക്തിയാണ്, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ധന്യനായ പൗലോസ് പറയുന്നു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചു അനന്തപ്പെട്ട് ഉയർത്തെങ്കിൽ യേശുക്രിസ്തുവിനെ ഉയർത്തിക്കൊള്ളുവീൻ, അതാകുന്ന സുവിശേഷമെന്ന്. ഈ സുവിശേഷം എവിടെയെല്ലാം വെച്ചിട്ടുണ്ടോ, ആരെല്ലാം സുവിശേഷം എടുത്തിട്ടുണ്ടോ അവിടെയെല്ലാം വെളിച്ചം ഉണ്ടായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ ജീവിത ഒരു കാലഘട്ടത്തിൽ പാപത്തിന്റെ വെളുപ്പിലെ ഒരു ജീവിതമായിരുന്നു, വെളിച്ചമില്ലാത്ത ജീവിതമായിരുന്നു. മദ്യത്തിലും മയക്കുമരുന്നിലും മറ്റു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ കുടിക്കുന്ന മദ്യത്തിനകത്തും ഞങ്ങൾ വലിച്ചു കളയുന്ന കഞ്ചാവിനകത്തും സന്തോഷം കണ്ടെത്തിക്കൊണ്ട് ജീവിച്ചിരുന്ന ജീവിതമായിരുന്നു. ആര് പറഞ്ഞാലും കേൾക്കാത്ത, ആരെയും അനുസരിക്കാത്ത ഒരു ജീവിതമായിരുന്നു. സ്വന്തക്കാർക്ക് നാട്ടുകാർക്ക് തലവനെയും അതേ ജീവിതത്തിൽ ഈ സുവിശേഷം ഇറങ്ങി വന്നതുകൊണ്ടാണ് ഞങ്ങൾ രൂപാന്തരപ്പെടുത്തുവാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങൾ വഴിയോരങ്ങളിൽ തെരുവോരങ്ങളിൽ വിളിച്ചു പറയുന്നത്, മറ്റൊരുത്തരിൽ രക്ഷയില്ല, നരസിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ, അത് ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമാണ്. ഈ നാമത്തിന്റെ മുന്നിൽ എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാമം പാടും, യേശു മാത്രം കർത്താവെന്ന്. അപ്പൊ നിത്യമായൊരു ജീവിതമുണ്ടെന്ന് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ മനുഷ്യനും അറിയാം ആത്മാവിന് മരണമില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ മരിച്ചുപോയ വ്യക്തിയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥനകളും കർമ്മങ്ങളും ഒക്കെ നമ്മൾ ഈ ഭൂമിയിൽ ചെയ്തു കൂട്ടുന്നത്. എന്നാൽ ഏതെല്ലാം പ്രാർത്ഥന ചെയ്താലും ഏതെല്ലാം കർമ്മം ചെയ്താലും മരിച്ചുപോയ വ്യക്തിയുടെ ആത്മാവിനെ നിത്യമായ ജീവനിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ നല്ലത് ചെയ്താലും തീയത് ചെയ്താലും തക്കതായ പ്രതിഫലം വാങ്ങുവാൻ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുന്നേ നാം എല്ലാം ഒരിക്കൽ വെളിപ്പെടുന്നതായി വരും. അന്ന് യേശുക്രിസ്തു ഇല്ലാത്ത സകല മനുഷ്യനും, യേശുവിനെ അംഗീകരിക്കാത്ത സകല മനുഷ്യനും രണ്ടാം മരണമായ തീപ്പോയിലേക്ക് എത്താൻ പോകുന്നത്. അപ്പൊ നിത്യമായ ജീവനിലേക്ക് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നല്ല പ്രവർത്തികൾ ചെയ്തതുകൊണ്ടോ നല്ലതാണ് നടത്തിയത് കൊണ്ടോ നല്ലതുപോലെ ജീവിച്ചത് കൊണ്ടോ ഒന്നും നിത്യമായ ജീവനിലേക്ക് നമുക്ക് പോകാൻ കഴിയുന്നില്ല.
യേശുക്രിസ്തുവിൽ വീണ്ടും ജനനം പ്രാപിക്കണം. അത് നമ്മുടെ രക്തം കഴുകപ്പെടണം. പാപത്തിലായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ പാപ സ്വഭാവത്തിലായിരിക്കുമ്പോൾ, പാപത്തിൽ രസിക്കുമ്പോൾ, ആ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കാതെ ആർക്കും നിത്യമായ ജീവിതത്തിലേക്ക് പോകുവാൻ കഴിയുന്നില്ല. രക്തശുദ്ധീകരണം നമുക്ക് ആവശ്യമാണ്. എങ്ങനെയാണ് ശുദ്ധീകരിക്കപ്പെടേണ്ടത്? ഏതെങ്കിലും ആശുപത്രിയിലോ ഏതെങ്കിലും ലാബിലോ കൊണ്ടുപോയി രക്തത്തെ കഴുകിക്കളഞ്ഞാൽ ശുദ്ധീകരിക്കപ്പെടുമോ? ഇല്ലേ, ഇല്ല. യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ നാം കഴുകപ്പെടണം. അവന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന പുണ്യാക രക്തമായിരിക്കുന്നതിനാൽ ആ രക്തത്തിലൂടെ മനുഷ്യന്റെ പാപത്തെ മാറ്റാൻ കഴിയില്ല എന്നുള്ള സത്യസുവിശേഷമാണ് ഞാൻ നിങ്ങളുടെ കാതുകളിൽ സമയം വെച്ച് അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം അറിയുകയും സത്യത്തിൽ സ്വതന്ത്രമാക്കി ചെയ്യുമെന്നാണ് തിരുവെടുത്ത് പറയുന്നത്. എന്താണ് സത്യമെന്നറിയാതെ, ആരാണ് ദൈവമെന്നറിയാതെ, എവിടെയാണ് പാപത്തിന് പരിഹാരം കാണാൻ കഴിയാന്നറിയാതെ മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഇടയിലേക്ക് ഇറങ്ങുന്നൊരിക്കൽ യേശു ഇങ്ങനെ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന്, ഞാൻ മുഖാന്തരമല്ലത് ആർക്കും പിതാവിനൊക്കെ പോകാൻ കഴിയില്ല എന്ന് യേശുവിന്റെ വാമൊഴിയാൽ പറയുവാനാണ് വന്ന്. നാം പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഈ പാപം കടന്നു വരുവാൻ കാരണമായത് ആദ്യ മനുഷ്യനായ ആദാം അനുസരിക്കേണ്ട കാഴ്ച ദൈവത്വമാണ്. ആദം എന്ന മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമായിരുന്നു. ദൈവത്തെക്കാൾ അല്പം താഴ്ത്തി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിന്റെ വാക്ക് കേൾക്കാതെ വേണം അനുസരിക്കേണ്ട കാഴ്ച നിമിത്തം പാപവും മരണവും ഭൂമിയിൽ വരുവാൻ കാരണമായി. ദൈവത്തിന്റെ വാക്കുകൾക്കും ദൈവത്തിന് അകന്നുപോയ മനുഷ്യനെ തേടി ദൈവത്തിന്റെ സ്നേഹം പിന്നെയും കൽപ്പനകളും പ്രമാണങ്ങളും യാഗങ്ങളുമായി നൽകിയെങ്കിലും മനുഷ്യൻ പിന്നെയും ദൈവത്തിൽ നിന്ന് മാറി ഒളിക്കുവാൻ വന്ന് ദൈവത്തിന്റെ ശബ്ദത്തിൽ നിന്ന് മാറി ഒളിച്ചിരിക്കുന്ന മനുഷ്യനെ തേടി 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന്, ഞാൻ വാതിൽ നിന്ന് മുട്ടുന്ന ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോട് കിട്ടുന്ന അവനോട് കൂടെയും അവൻ എന്നോട് കൂടെ അത്താഴം കഴിക്കുമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ സന്ദേശമാണ്, ദൈവത്തിന്റെ ശബ്ദമാണ് നിങ്ങളുടെ കാതുകളിൽ ഒഴുകി കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് മനുഷ്യൻ മറഞ്ഞിരിക്കും. ഇന്നും ദൈവികമായ സന്ദേശത്തിന് അകത്തു നിന്ന് മനുഷ്യൻ മറഞ്ഞിരിക്കുമ്പോൾ, ഒളിച്ചിരിക്കുമ്പോൾ, ഈ സന്ദേശം ഏറ്റെടുക്കുവാൻ വരാതെ വന്നിരിക്കുമ്പോൾ, അവിടെയെല്ലാം ഭവനങ്ങളെ വാതിൽക്കൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കുമ്പോൾ ഇത് ദൈവത്തിന്റെ സന്ദേശമാണ്, നിത്യജന സന്ദേശമാണ്, ജീവനിലേക്കുള്ള സന്ദേശമാണ്. ആരെങ്കിലും ഈ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് ഒരു പാപിയായി മനുഷ്യനാണെന്ന് തോന്നിയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പാപത്തെ കടിച്ചു വെപ്പാണെങ്കിലും അതിനെ ഹിമം പോലെ വിളിപ്പിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. ഈ പാപത്തെ മാറ്റുവാൻ വേണ്ടി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, എവിടെയും പോകേണ്ട ആവശ്യമില്ല. ആയിരിക്കുന്ന സ്ഥലത്ത് കൊണ്ട് പാപത്തെ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ പാപത്തെ വെറുത്തുകൊണ്ട് പാപിയെ സ്നേഹിക്കുന്ന ഒരു യേശുവുണ്ട്. അതെ, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു യേശുവുണ്ട്. ഞങ്ങളെ വിടിവിച്ച, ഞങ്ങളുടെ ജീവനിലേക്ക് ഇറങ്ങി വന്ന ഈ യേശു ക്രിസ്തു നിങ്ങളെയും വിടിവിക്കാൻ ശക്തനാണ്. അവൻ നിങ്ങളെ അന്വേഷിച്ചുകൊണ്ടാണ് ഇന്ന് ഈ വൈകിയ സമയവും ഇവിടെ വന്നിരിക്കുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സകല ലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്താണ് പ്രയോജനമെന്ന് വിശുദ്ധ ബൈബിൾ ചോദിക്കുന്നു. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതെല്ലാം നേടുമ്പോഴും ആത്മാവ് എവിടെയാ ചെന്നെത്തുക എന്നുള്ളത്? ഇതെല്ലാം നേടുമ്പോൾ നിങ്ങൾ ആത്മാവ് നിത്യമായ നരകത്തിലാണ് ചെന്നെത്തുക എന്നുണ്ടെങ്കിൽ എന്താണ് പ്രയോജനമെന്ന് ചോദിക്കുമ്പോൾ വിശുദ്ധ പുസ്തകം എബ്രായർക്കെഴുതിയ ലേഖനം 9-ാം വാക്യത്തിൽ ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധിയും ദൈവം മനുഷ്യൻ നിയമിച്ചു വെച്ചിരിക്കുന്നു. അത് മരണമെന്നത് സത്യമാണ്, ഉറപ്പാണ്. എന്നാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് കടന്നു വരിക നമുക്ക് ആർക്കും പറയാൻ കഴിയുന്നില്ല. എന്നാൽ മരണത്തിനപ്പുറമായൊരു നിത്യമായൊരു വാസമുണ്ട്, ഒരു നിത്യമായ വാസമുണ്ട്. അത് നഷ്ടപ്പെടുത്തി കളയാതെ ജീവന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേര് എഴുതി കാണുവാൻ തക്കവണ്ണം ഈ സുവിശേഷ സന്ദേശം ഏറ്റെടുക്കുവാൻ, നിങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കമുള്ളതാക്കി മാറ്റുവാൻ, നിങ്ങളുടെ ഹൃദയം കണ്ണുകൾ തുറക്കപ്പെടുവാൻ ഈ സന്ദേശം അതിന് സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഇതുവരമായി ശ്രദ്ധിച്ച എല്ലാവരുടെ നന്ദിയും സ്നേഹത്തെ ഞാൻ അറിയിക്കുന്നു. പ്രത്യേക ഈ സന്ദേശം നിങ്ങൾ